ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഊണ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണിൻ്റെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഊണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 1 കപ്പ് കടല ഞാൻ വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെച്ചത് ഞാനിപ്പോൾ കഴുകി ഇതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം 2.5 കപ്പോളം വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. 4 വിസിലോളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിന് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി കടല വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കടല ഇതിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് നമുക്കിതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും പൊട്ടിച്ചെടുത്ത 3 ചുമന്ന മുളക്, ഉണക്ക ചുമന്ന മുളകും കൂടി നമുക്കിതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം ചിരകിയ തേങ്ങ നമുക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി നേരം ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് തേങ്ങ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കടല ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കടല തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്, കാരണം നമ്മളിത് നെയ്യിലാണ് നമ്മളിത് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് ഒരു ചട്ടി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3-4 കറിവേപ്പില ഇടാം. 1 പച്ചമുളക് നന്നായി കീറിയത് കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 തുള്ളി നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. അങ്ങനെ ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം ചോറ് ചേർക്കാം. ചോറൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ചോറൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റൈസ്, ഇന്നത്തെ ഊണിനുള്ള ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാനിവിടെ 2 പപ്പടം കൂടി കാച്ചെടുക്കുന്നുണ്ട്. ചെറുതായി കുഞ്ഞായി അരിഞ്ഞ പപ്പടം ഞാനിപ്പോൾ ഇതിലേക്കിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെല്ലാം. അപ്പോൾ പപ്പടം കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് റൈസിൻ്റെ കൂടെ നമ്മുടെ കടല തോരൻ എന്ന് പറയാൻ പറ്റില്ല, നെയ്യിൽ വാട്ടിയെടുത്ത കടലയും പിന്നെ പപ്പടവും പിന്നെ ഒരു അച്ചാറും, ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഊണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.